അൽഫലാഖ് യൂണിവേഴ്സിറ്റി ഇതൊരു വലിയ നിഗൂഢമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഭീകരരെ വളർത്തുന്ന, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് സർവകലാശാലകളെല്ലാം കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി സമൂഹത്തിന്റെ നന്മയ്ക്കായി വിടും. ഇത് ഭീകരരെ വളർത്തി സമൂഹത്തിനെ ഇല്ലാതാക്കാനായി, രാജ്യത്തെ നശിപ്പിക്കാനായി ഉണ്ടാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. കോൺഗ്രസ് ആണ് ഇത് സംഭാവന ചെയ്തത്. അതുകൊണ്ട് കോൺഗ്രസിന് ഇതിൽ മിണ്ടാട്ട മുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വായിക്കാത്ത പഴം കുത്തി വെച്ചേക്കെന്നാണ് പലരും ചോദിക്കുന്നുണ്ട് കമന്റുകളിലൊക്കെ. കോൺഗ്രസ് മിണ്ടുന്നേ ഇല്ല. ഇപ്പൊ NIA ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഏത് ഭീകരവാദികൾ എടുത്താലും ഒരു പേര് കേരളത്തിലുണ്ടാകും. അതുപോലെ ഒരു പേര് ഇപ്പൊ കേരളത്തിലുണ്ട് എന്നാണ്, ഒന്നിലധികം പേരുകൾ കേരളത്തിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. NIA സംഘം, വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം, NIA DGP ആണല്ലോ അദ്ദേഹം. ഇപ്പൊ അദ്ദേഹത്തിന്റെ സംഘം കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്, എത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് കുറെ എണ്ണത്തിനെ പൊക്കും. വിശദമായ റിപ്പോർട്ടുകൾ, അതായത് ഇത് വെറുതെ പൊട്ടിയതല്ല, ഇത് പൊട്ടിച്ചതാണ്, അതിന് പിന്നിൽ പല ഗൂഢലക്ഷ്യങ്ങളുമുണ്ട്, പല പ്രമുഖരെയും തീർക്കാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് നമ്മൾ ഇനിയും എത്രയേറെ ഞെട്ടേണ്ടിയിരിക്കുന്നു? ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് കേട്ടോ. ഇനി എത്രയേറെ ഞെട്ടേണ്ടിയിരിക്കുന്നു തന്നെ ചോദിച്ചതിനകത്ത് നിസ്സാരമല്ല. കാരണം അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ, അവിടുത്തെ അന്വേഷണ ഏജൻസി ഈ പറയുന്ന സർവകലാശാലയ്ക്കകത്ത് കയറിയപ്പോൾ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ആ സർവകലാശാലയ്ക്കകത്ത് റെയ്ഡ് നടക്കുമ്പോൾ അവിടുന്ന് ഏതാണ്ട് 2900 കിലോയോളം സ്ഫോടവസ്തുക്കൾ പിടിക്കാൻ. 2900 കിലോഗ്രാം സ്ഫോടവസ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം കത്തിച്ചു കളയാം. വിചാരിക്കുന്ന പോലെയല്ല. കാരണം 2900 സ്ഫോടവസ്തു RDX ഉൾപ്പെടെയുള്ളയാ. ഈ മറ്റേ വേറെ സ്ഫോടവസ്തു ഉണ്ടല്ലോ, അമോണിയം നൈട്രേറ്റ് നിസ്സാരമല്ല. കാരണം വലിയ പ്രഹരശേഷിയുള്ളതാണ്. ഇത് ഒരു അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് വരണമെന്നുള്ള ബോംബ് ഫോർമാറ്റിലേക്ക് വരാത്തത് കൊണ്ടാണ് ഡൽഹിയിൽ ഇതിനു വേണ്ടി കൊണ്ടുപോയിരുന്ന സ്ഫോടവസ്തുവിന് തീ പിടിച്ചുകൊണ്ട് അത്രയും പറ്റിയത്. അത് ബോംബ് ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ ആ പ്രദേശത്ത് വലിയ അഗാധ കർത്തും, അതായത് ബോംബ് വീഴുന്ന അതേ അവസ്ഥ. ഒരു വലിയ ബോംബ് നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ഉണ്ടാകുമ്പോൾ വീഴുന്ന 6-7 കിലോമീറ്റർ അതങ്ങ് വ്യാപിക്കുകയാണ്. ഇപ്പം ഇവിടെ ഒരു സർവകലാശാല 70 ഏക്കറോളം വരുന്ന ഒരു സർവകലാശാല, അതായത് PG 100ഓളം മെഡിക്കൽ സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ് 50, അത്ര വലിയ വലുപ്പത്തിൽ രാജ്യത്തുടനീളം ഉള്ളവർ ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന ഒരു വലിയ സർവകലാശാല, ഫണ്ടും മേടിച്ച് ആനുകൂല്യം മേടിച്ച് ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ അത്തരത്തിൽ മുസ്ലിം സംവരണം 50% സംവരണം, മറ്റു ജാതിക്കാർക്കൊന്നും സംവരണമില്ല. ഈ സർവകലാശാല അതിനകത്തുനിന്ന് ഡോക്ടർമാരെ വാർത്തെടുക്കുന്നതിന് പകരം ഡോക്ടർമാർ എന്ന കെയർ-ഓഫിൽ വാർത്തെടുക്കുന്നത് രാജ്യത്തെ തുലയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഭീകരവാദി യമൻ രാജന്മാരെ. മനസ്സിലാവുന്നുണ്ട് ഏത് രീതിയിൽ ഇവർക്ക് സാധാരണക്കാരിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാമായിരുന്നു. ഇവൻ ഉണ്ടാക്കുന്ന വിഷം, ഇവൻ മരുന്നുണ്ടാക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും പകരം ജീവഹാനി ഉണ്ടാക്കുന്ന അറിയാത്ത വിഷം, റെസിൻ അല്ലേ എൻ്റെ പേര്, ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ വേറെ ചില ആവണക്കെണ്ണയുടെ അവശിഷ്ടത്തിൽ നിന്ന് ഇന്നലെ പിടിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ പിടിച്ചെടുത്ത് നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇവൻ അവിടെ ഈ പറയുന്ന മരിച്ച് ബോംബ് ബ്ലാസ്റ്റ് കാർ കൊണ്ട് പോയവൻ വിവിധതരം ബോംബുകൾ ഉണ്ടാക്കുന്നതിന് അവിടുത്തെ ലാബുകൾ ഉപയോഗിച്ചിരുന്നു. അവിടുത്തെ ഒരു വനിതാ ഡോക്ടർ എന്ന് പറയുമ്പം ജമാഅത്ത് ഇസ്ലാമി ഏതോ അല്ലേ അതിൻ്റെ കേരളത്തിലെ കമാൻഡർ പോസ്റ്റിലേക്ക് വരുന്നു. അവൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അവൾ ഈ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നു, വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും അതിന് മുമ്പ് കടക്കുന്നതിന് തൊട്ട് മുമ്പ് അവളെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് UP ആകട്ടെ, മഹാരാഷ്ട്ര ആവട്ടെ, രാജസ്ഥാൻ ആവട്ടെ, കാശ്മീരാവട്ടെ, NIA വ്യാപകമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്നൊക്കെ ഉൾപ്പെടെ നമ്മളറിഞ്ഞതിനകത്ത് അതിനകത്തൊരു 100-300 ഡോക്ടർമാർ വരുന്നു. ഏതാണ്ട് 1735ഓളം പേർ ഈ പറയുന്ന പോലെ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നു. അതിനകത്ത് വന്ന് കേരളത്തിൽ പഠിച്ചൊരുത്തൻ, അവൻ്റെ പേരെന്താ, ആദിഷ് മുഹമ്മദ് ആരിഫ്. ഇവൻ കാശ്മീരുകാരനാന്ന് പറയുന്നു, UP-കാരനാന്ന് പറയുന്നു, ഹരിയാനക്കാരനാന്ന് പറയുന്നു. കാരണം അവന്റെ കാര്യത്തിനകത്ത് പോലും വ്യക്തതയില്ല. ഇനി അവനെ വ്യക്തത വരുത്തി പറഞ്ഞു. ഇവൻ ഇപ്പൊ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. ഇവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആൾ ഇന്ത്യ എൻട്രൻസ് പഠിച്ചു. തീർച്ചയായിട്ടും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവൻ ഈ മാനസികാവസ്ഥയിൽ ഉള്ളവനാണെങ്കിൽ ആ മാനസികാവസ്ഥയിൽ ഉള്ളവന് ഏറ്റവും കൂടുതൽ കരുത്ത് കൊടുക്കത്തക്ക രീതിയിലേക്കുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലോ നമ്മുടെ കേരളം. സ്ലീപ്പർ സെല്ലുകളുടെ കൂമ്പാരമല്ലേ. ഇപ്പൊ തന്നെ നമ്മുടെ കമന്റിന്റെ കീഴിലൊക്കെ നമ്മളെ എന്തെല്ലോ പറയുന്നത്, നമ്മൾ ഈ രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഇതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവനെ കുഴപ്പക്കാരനാന്ന് പറയുന്നതിന് എന്തെല്ലോ പറയുന്നത്. പേര് നോക്കുമ്പോൾ പാക്കര ഉള്ള അല്ലെങ്കിൽ ചങ്കരൻ കൊച്ചാട്ടൻ
നമ്മളെ ചീത്ത പറയുന്നതിന്റെ പേരൊക്കെ ഇതാ. നീ അവിടെ കൂടെ ഇടയ്ക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ നമ്മളെ ഓൺലൈൻ കിട്ടുന്ന അറിവൊക്കെ വെച്ച് കാര്യം പറയാം. നിനക്കെന്തോ ബോധമുണ്ട്, വിവരമുണ്ട്, കുറച്ചുകൂടെ ബോധമുള്ളത് ആരെയും ഒന്ന് ഇരുത്ത്. നമ്മക്കുള്ള ബോധമല്ലേ പറയാനൊക്കൂ. ഈ കേട്ടാക്കുള്ള ബോധം അത്രയും അതാ വലിയ ബോധമുള്ള മനുഷ്യൻ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടതിനകത്ത് എന്നുവെച്ചാൽ നമ്മൾ പറയുന്നത് ഇവർക്ക് സൂചിക്കുന്നില്ല. പേരെന്ന് പറഞ്ഞാൽ എല്ലാ പേരും ഇത് തന്നെ. ഞാൻ പറഞ്ഞത് ചങ്കരപ്പിള്ള തേടി ചെല്ലുമ്പോൾ ഒരു ഹുസൈനായിരിക്കും, അല്ലെ കോന്നം കൊച്ചാട്ടൻ തേടി ചെല്ലുമ്പോൾ ഒരു ആരിഫായിരിക്കും. ഇവർക്കുള്ള ഇപ്പം അങ്ങനെയും വരുന്നില്ല. കഴിഞ്ഞ ദിവസം വലിയൊരു തീരുമാനം എടുത്തു. ഇതിന് ശേഷം ഈ പറയുന്ന ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള എല്ലാ ഹാൻഡിലും കൈകാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തപ്പൂന്നങ്ങ് നിന്നു. ഇപ്പൊ കമന്റ് ഇല്ല. ശങ്കർ കൊച്ചാണ്ടേയും കാണുന്നില്ല, കോലം കൊച്ചാണ്ടേയും കാണുന്നില്ല, ഒന്നും ഇല്ല. എല്ലാവരും നിന്നു. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു ദിവസം കണ്ടില്ലായിരുന്നു സ്ഫോടനം നടന്ന സമയത്ത്, അയ്യോ വീണ്ടും സ്ഫോടനം, മോദി ആൾക്കാരെ കുരുതി കൊടുത്ത് ഇലക്ഷന് ജയിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം കോപ്പി പേസ്റ്റ് പോലെ. അതൊക്കെ സംബന്ധിച്ചത് കോപ്പി പേസ്റ്റ് പോലെ, ഒരു വ്യത്യാസമില്ല. അപ്പൊ അത് എവിടെ നിന്നോ എനിക്കൊരു CPM സുഹൃത്തുണ്ട്, സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലെങ്കിലും ജയിക്കുമല്ലോ, അതല്ലേ പിന്നെ ഡൽഹിയിലെ സ്ഫോടനം ഉണ്ടാക്കിയല്ലേ, ഇനിയിപ്പോ നിങ്ങൾ ഈസി ആയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ സ്ഫോടനവും ബീഹാർ ഇലക്ഷനും തമ്മിൽ എന്താ ബന്ധം? ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത എന്താണ് സംഭവം എന്ന് അവർക്ക് അറിയില്ല. പറഞ്ഞു വെച്ചേക്കോ ഇതെന്തിനാ ഇവിടുത്തെ സ്ഫോടനവും ബീഹാർ ഇലക്ഷനും തമ്മിൽ എന്താ ബന്ധം? അത് വേറെ ഇത് വേറെ അല്ലേ? അല്ലല്ല, അതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാതെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് മാത്രം പറയുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കോപ്പി പേസ്റ്റ് പോലെ കമന്റ് വരും. ആ അവസ്ഥയിലുള്ള ആൾക്കാർ എന്ന് വിട്ടുപോകുന്നു അന്ന് തീവ്രവാദവും നിൽക്കും കമ്മ്യൂണിസവും. മനസ്സിലല്ലേ? മറ്റേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തേ അവനും അറിയത്തില്ല. കൂടുതൽ ചോദിച്ചാൽ അവൻ അടിക്കും, പിന്നെ വർത്താനം പറയത്തില്ല. മനസ്സിലല്ലേ? കൂടുതൽ ചോദിച്ചാൽ തന്നെ ചെവിക്കൂട്ടിരുന്നത് എത്ര ദൂർത്താലും കിട്ടും തന്നെക്ക്. എന്നിട്ട് ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒറ്റ അടി നിന്നിട്ട് അവൻ പോവുകയും ചെയ്യും. എന്നാൽ അവനെ കൂടെ അവന്റെ തല വർക്ക് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അവന് രക്ഷയില്ല. ഈ തല ഇതുവരെ വർക്ക് ചെയ്യാത്ത ഒരു സാധനം ഇന്ന് തന്നെയുടെ ഒരു ചോദ്യം കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നേ ഒരു വണ്ടി സ്റ്റാർട്ടാകാൻ ചെയ്യും. ചിലപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ ചോദ്യം ചോദിച്ചാൽ കാര്യം. ചിലപ്പോൾ ഇതിനകത്ത് കോപ്പി പേസ്റ്റ് പോലെ അതും അങ്ങനെ നിന്നു. ഈ പറഞ്ഞ കമന്റുകളാണ് വരുന്നത്. അവരൊന്നും അല്ല ഇതിന്റെ പുറകിൽ ഭയങ്കരമാണ്, ഇത് ഒന്നും ഭീകരവാദികളല്ല, ഇതെല്ലാം മോദി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, ഇതെല്ലാം ഇവിടുത്തെ RSS ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. RSSന്റെ പുൽഗാമയിൽ പോയി ആൾക്കാരെ മാറ്റി നിർത്തി തുണിയൊക്കെ പൊക്കി നോക്കി നിർത്തി കൊല്ലുന്നതല്ലേ RSS. കലിമ ചൊല്ലിപ്പിച്ച് RSS, അതാണല്ലോ RSSന്റെ പണി. അപ്പൊ അതുപോലെ മറ്റിടത്ത് പുൽഗാമയില് സൈനികരെ കൊന്നു, അത് വലിയ കുഴപ്പമായിരുന്നു. അത് അത് ആരാന്ന് പറയുന്നത്? ഈ പറയുന്ന ആൾക്കാരെ പോട്ടെ, ഇത് പറയുന്നതിന് കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ മതമൂല്യവാദികളുടെ ഭാഗമായിട്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ മറ്റേ സാറുണ്ടല്ലോ വെല്ലിനിട്ടുകൊണ്ട് കുറെ കൈയും വെച്ച് ഇങ്ങനെ തലയൊക്കെ ആട്ടി നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അയാളും പറയുന്ന ഇതാ. അങ്ങനെ പറയില്ല, അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയാ. അതിന് പ്രത്യേകം കേരളം ഒരു സ്റ്റേറ്റ് വല്ലതും ആക്കി കൊടുക്കണം. കേരളത്തിന് സ്വതന്ത്രാധികാരം കൊടുത്ത്. അല്ല, ഇത് CPM പറയുമ്പോഴാണ് രസം. CP ചന്ദ്രശേഖരന്റെ 52 വെട്ടം വെട്ടി ഇന്നോവയിൽ വന്ന് കൊന്നിട്ട് അവര് പറയും എല്ലാം പിന്നിൽ മോദിയാ. എവിടെ കിടന്നാലും അയാൾക്ക് ഗതിയില്ല. അയാൾ പിന്നെ പറയുന്നത് കുഴപ്പമില്ല, പറഞ്ഞോട്ട് അയാളെ പറഞ്ഞോണ്ട് 2 ഗുണം. 2 പേരുണ്ട് ഇവിടെ പറഞ്ഞോണ്ട് ഗുണമുള്ളത്. മാങ്കൂട്ടത്തിൽ എങ്ങനെ വലിയ ആളായത്? പിണറായി വിജയനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചീത്ത വിളിച്ചു, മാങ്കൂട്ടത്തിൽ നേതാവ്. അതുപോലെ മോദിയെ ചീത്ത വിളിച്ച 2 ഗുണം. സന്ദീപ് വാര്യരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത്? പണ്ട് മോദിയെ സ്തുതിച്ചപ്പോഴും സന്ദീപ് വാര്യർ നേതാവ്, ഇപ്പൊ മോദിയെ ചീത്ത പറയുന്നുണ്ട്. കാരണം മോദിയെ ചീത്ത പറഞ്ഞ അന്താരാഷ്ട്ര മാധ്യമത്തിൽ വാർത്തയാണ്. മനസ്സിലായില്ലേ? ഗോപാലകൃഷ്ണൻ വരെ മോദിയുടെ പേര് പറഞ്ഞു. പിന്നെ ഗോപാലകൃഷ്ണല്ലേ ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേ. ഗോപാലകൃഷ്ണനെ കൊണ്ടുപോയി അവിടെ, ഗോപാലകൃഷ്ണനെ ബീഹാറിൽ കൊണ്ടുപോയി BJP. എന്നിട്ട് അവിടെ പുള്ളി ഇറങ്ങി അങ്ങനെ ജയിപ്പിച്ചു. അപ്പൊ അവസാനം അത് ഗോപാലകൃഷ്ണന്റെ പേര് ഇപ്പം മിക്കവാറും ഈ പ്രശ്നം ഇദ്ദേഹം കേസ് കൊടുക്കും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പം ഞാൻ ഈ പറഞ്ഞ തമാശയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത് വളരെ നിഗൂഢമായിട്ടുള്ള നീക്കമാണ്. അവിടെ നിന്ന് ഈ പറയുന്ന സർവകലാശാലയിൽ കയറി റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ ബുക്കിൻ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ ഡേറ്റാസ് അനുസരിച്ച് വലിയ വലിപ്പത്തിൽ സീരിയലായിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റ് ഡിസംബർ 6 അല്ലെങ്കിൽ കഴിഞ്ഞ ആഗസ്റ്റ് 15 അതിനുശേഷം പലവട്ടം ആലോചിച്ചിരുന്നൊക്കെ നടക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഈ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ഡിസംബർ 6 ഡൽഹി, ഈ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ളതിനകത്ത് ഈ അല്ലെങ്കിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി ഈ ഇവിടെ ഗൂഢാലോചന നടന്നിരുന്നു. മാത്രമല്ല 30 കാർ വാങ്ങിച്ചതിൻ്റെ കണക്ക് വരുന്നു. അതിനകത്ത് 3 കാറിൻ്റെ കണക്ക് നമുക്കറിയത്തുള്ളൂ. അപ്പം ഈ റെയ്ഡ്
വ്യാപകമായിട്ട് നടക്കുന്നതിനകത്ത് അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടർമാർ 315 എന്ന് പറഞ്ഞാൽ ഈ 30 കാറ് മേടിച്ച് വിവരം കിട്ടിയെങ്കിൽ 3 കാറിലേ കിട്ടുള്ളൂ. 27 കാർ എന്ത് ചെയ്യും? ആ കാറ് ഈ പറയുന്നത് പോലെ അതിൻ്റെ പ്രവർത്തനത്തിലാണോ? സ്ഫോടനം വസ്തു ബോംബുണ്ടാക്കി അത് അതിൻ്റെ ഒരു ഉദ്യമത്തിന് വേണ്ടി എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ആരെങ്കിലുമൊക്കെ? അതുകൊണ്ടാണ് വ്യാപക റെയ്ഡ്. നമ്മൾ വിചാരിക്കുന്ന ഈ പിടിച്ചവർക്കപ്പുറം എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞ് കണ്ടെത്തിയാലല്ലേ കാര്യമുള്ളൂ. കാരണം അവിടുന്ന് ഈ സർവകലാശാലയ്ക്കകത്ത് നടത്തിയ റെയ്ഡിനകത്തുനിന്ന് കിട്ടിയ വിവരങ്ങളും പിടിച്ചവനെ ചോദ്യം ചെയ്യുന്നതിനകത്തു നിന്ന് കിട്ടിയ വിവരങ്ങളും അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വ്യാപ്തി വലിയ വലിപ്പത്തിലാണ്. അപ്പോൾ പിടിച്ചു പറഞ്ഞു വന്നല്ലോ ഈ പറഞ്ഞൊന്നും വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥയൊന്നുമില്ല. കേൾക്കുന്നു, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാം. കാരണം അതേ മാനസികാവസ്ഥയുള്ളവരാണല്ലോ ഭീകരന്മാർ. പറഞ്ഞൊന്നും ചിലപ്പോൾ അവർ അവിടെ തെക്ക് കിടക്കുന്ന കാറിന് പറയും വടക്ക് കിടപ്പുണ്ടെന്ന് പറയും, അറിയാമല്ലോ അമ്മമാർക്ക് ഇത്. അപ്പം ഇതിനകത്ത് അതുകൊണ്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ഏതാണ്ട് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നു. കേരളത്തിൽ വ്യാപകമായിട്ട് റെയ്ഡ് നടക്കുന്നു. വളരെ രഹസ്യമായിട്ടാണെങ്കിലും കേരള ബന്ധം പലയിടത്തും പല ആൾക്കാരെയും പിടിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. ഏതായാലും നിസ്സാരമല്ല, ഭീകരമാണ്, തീർന്നിട്ടില്ല. അതിൻ്റെ വ്യാപ്തി നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്.